السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي، آمين يا رب العالمين. ഇമാം ബുഖാരി റഹിമഹുള്ളാഹിയുടെ വളരെ പ്രശസ്തമായ അൽ-അദബുൽ മുഫ്റദ് എന്ന ഹദീസ് ഗ്രന്ഥമാണ് കഴിഞ്ഞ ദിവസം നാം ആരംഭിച്ചത്. അതിൽ മാതാപിതാക്കളോടുള്ള പുണ്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഹദീസുകളാണ് ആദ്യത്തെ ബാബുകൾ. അതിലടുത്ത ഹദീസ് അൻ ഉർവ قال واخفض لهما جناح الذل من الرحمة قال لا تمتنع من شيء أحبا. സൂറത്തുൽ ഇസ്രായിലെ 24-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വഖ്ഫിദ് ലഹുമാ ജനാഹദ്ദുല്ലി മിനർ റഹ്മ. നിങ്ങൾ മാതാപിതാക്കൾക്ക് നിങ്ങളുടെ ചിറകുകൾ അത് താഴ്ത്തി കൊടുക്കുക, അങ്ങേയറ്റത്തെ താഴ്മയോടുകൂടി താഴ്ത്തി കൊടുക്കുക എന്ന് ഈ ആയത്ത് പാരായണം ചെയ്തുകൊണ്ട് സ്വഹാബിയായ ഉർവ പറയുകയുണ്ടായി, ഖാല ലാ തംതനി മിൻ ഷൈഇൻ അഹബ്ബാഹു. മാതാപിതാക്കൾക്ക് ഇഷ്ടമുള്ള ഒരു കാര്യവും നിങ്ങൾ തടയാൻ പാടില്ല. മാതാപിതാക്കൾക്ക് ഇഷ്ടമുള്ള ഒരു കാര്യവും നിങ്ങൾ തടയാൻ പാടില്ല എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ഉർവ റളിയല്ലാഹു അൻഹു ഇതിനെ വിശദീകരിച്ചത്. കാരണം നമുക്കറിയാം, മാതാപിതാക്കളോടുള്ള ബാധ്യതകളും കടമകളുമാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ആയത്ത് ഖുർആനിൽ വളരെയധികം പരാമർശിച്ചിട്ടുള്ള നമ്മൾ ശ്രദ്ധിക്കേണ്ട ആയത്താണ്. ആയത്തിന്റെ രൂപം നോക്കൂ, കാരുണ്യം കൊണ്ട് നിങ്ങളുടെ ചിറകുകൾ അവർക്ക് താഴ്ത്തി കൊടുക്കണം. ഇവിടെ ജനാഹ് എന്ന പദത്തിന് അറബിയിൽ പൊതുവെ ചിറക് എന്ന അർത്ഥമാണ് ഉപയോഗിക്കാറുള്ളത്. എന്നാൽ കൈകൾ അതുപോലെ അവയവങ്ങൾ എന്നുള്ള അർത്ഥത്തിലും ഉപയോഗിക്കാറുണ്ട്. പക്ഷികളെ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, അവർ ഉയർന്നു പൊങ്ങുന്ന സമയത്ത് ചിറകുകൾ വിടർത്തുകയും അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും അവർ ഭയപ്പെടുന്ന എന്തെങ്കിലും ഒരു കാര്യമുണ്ട് എങ്കിൽ അവർ ഒതുങ്ങി ചിറകുകൾ ഒരുമിച്ച് കൂട്ടി പതുങ്ങിയിരിക്കുകയും ചെയ്യും. അപ്പൊ ഒതുങ്ങിയിരിക്കുന്ന അവസ്ഥയിൽ എങ്ങനെയാണോ അതുപോലെ ആയിരിക്കണം മക്കൾ അഥവാ നമ്മൾ ഓരോരുത്തരും നമ്മുടെ മാതാപിതാക്കളോട് ഉണ്ടായിരിക്കേണ്ടത്. അവർക്ക് നമ്മുടെ അവയവങ്ങൾ അവർക്ക് നേരെ ഉയരാതെയും അതുപോലെ അവർക്ക് ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്തും ഒതുങ്ങണം എന്നാണ് അതിന്റെ ഉദ്ദേശം. ഉർവ റളിയല്ലാഹു അൻഹു ഇവിടെ പറഞ്ഞു, ഇത് പറഞ്ഞതിന് ശേഷം ലാ തംതനി, ഉദ്ദേശം അൻ തൻഫീദി അവാമിരിഹ, അവരുടെ കൽപ്പനകൾ നിർവഹിക്കുന്നിടത്ത് ഒരു തടസ്സവും നിനക്ക് ഉണ്ടാകാൻ പാടില്ല. മിൻ ഷൈഇൻ അഹബ്ബാഹു, അവർക്ക് ഇഷ്ടപ്പെട്ടത്, അഥവാ മാ ലം യകുൻ ഫി മഅസിയ, അല്ലാഹുവിനെ ധിക്കരിക്കുന്നതല്ലാത്ത വിഷയങ്ങളിൽ, പാപങ്ങളല്ലാത്ത വിഷയങ്ങളിൽ ആ മാതാപിതാക്കളുടെ കൽപ്പനകളോട് അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളോട് ഒരു തടസ്സവും നിങ്ങൾ ഉണ്ടാക്കരുത്, നിങ്ങൾ അത് തടയാൻ പാടില്ല എന്ന് പറഞ്ഞത് കാണാൻ സാധിക്കും. അപ്പൊ ഇവിടെ ജനാഹ് എന്നുള്ളത് ഹഖീഖിയായിക്കൊണ്ട് അവയവങ്ങൾ തന്നെയാണ് ഉദ്ദേശം എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാൻ സാധിക്കും. ഇവിടെ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് സവായിഖുൽ മുർസല എന്ന കിതാബിൽ പറയുന്നുണ്ട്, ഇന്ന മഅന ഇവാഫത്തുൽ ജനാഹി ലിദ്ദുൽ, താഴ്മയോടുകൂടി ചിറക് താഴ്ത്തണം എന്നതിന്റെ അർത്ഥം ജനാഹൻ മഅനവിയ്യൻ യുനാസിബുഹു ലാ ജനാഹൽ റീശ് വല്ലാഹു തആല അഅലം. ഇൻതഹ. അർത്ഥം കൊണ്ട് ആ ചിറകുകൾ താഴ്ത്തുക എന്ന രീതിയിലായിരിക്കണം അതുകൊണ്ടുള്ള ഉദ്ദേശം, അല്ലാതെ പക്ഷികളുടെ ചിറകുകൾ താഴ്ത്തുക എന്നുള്ളതല്ല. ആ രീതിയിലുള്ള താഴ്മയും അതുപോലെയുള്ള രീതിയിലായിരിക്കണം അവരോട് ഉണ്ടായിരിക്കേണ്ടത് എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞത് കാണാം. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ മാതാപിതാക്കളോട് അവരുടെ കൽപ്പനകൾ, അവരുടെ ആവശ്യങ്ങൾ, അവരുടെ ഇഷ്ടങ്ങൾ അത് നിറവേറ്റുന്നതിനടുത്ത് ഏറ്റവും താഴ്മയോടുകൂടി അവർക്ക് ചെയ്തു കൊടുക്കണം എന്ന് കാണാം. ഇബ്നു കസീർ റഹിമഹുല്ലാഹ് ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് പറഞ്ഞു, തവാദഅ ലഹുമാ ബിഫിഇലിക, നിന്റെ പ്രവർത്തനം കൊണ്ട് അവരോട് താഴ്മ കാണിക്കുക എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞത് കാണാൻ സാധിക്കും. അടുത്ത ബാബ് ജസാഉൽ വാലിദൈൻ, മാതാപിതാക്കൾക്കുള്ള പ്രതിഫലം, അഥവാ ഒരു മകന് മാതാപിതാക്കൾക്ക് വേണ്ടി നൽകാൻ പറ്റുന്ന പ്രതിഫലം എന്താണെന്ന്. عن أبي هريرة رضي الله عنه عن النبي صلى الله عليه وسلم قال, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഉദ്ധരിക്കുന്നു, ലാ യജ്സി വലദുൻ വാലിദഹു
ഇല്ല അൻ യജിദഹു മംലൂകൻ ഫയശ്തരിയഹു ഫയുഅതിഖഹു ലാ യജ്സി വലദുൻ വാലിദഹു. ഒരു മകനും അവരുടെ പിതാവിന് അഥവാ മാതാപിതാക്കൾക്ക് ചെയ്തു കൊടുക്കുന്നതിന് പകരമാകില്ല, പ്രതിഫലം നൽകുന്നതിന് പകരമാകില്ല. ഇല്ല അൻ യജിദഹു മംലൂകൻ, ഈ മകൻ തന്റെ ഉപ്പയെയോ ഉമ്മയെയോ അടിമയായിട്ട് കാണുക, അടിമയായിട്ട് അങ്ങാടിയിൽ വിൽക്കാൻ വെച്ചിരിക്കുന്ന ഒരു അവസ്ഥയിൽ കാണുക. ഫയശ്തരിയഹു ഫയുഅതിഖഹു, എന്നിട്ട് ആ അടിമയെ വില കൊടുത്ത് വാങ്ങി മോചിപ്പിച്ചാൽ മാത്രം, അത്ര ചെയ്താലാണ് പിന്നെ മാതാപിതാക്കളോടുള്ള ഒരു ജസാ, ഒരു പകരമാവുകയുള്ളൂ എന്ന് പറഞ്ഞത് കാണാം. അതായത് അടിമ സമ്പ്രദായം അന്ന് പ്രത്യേകിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് സമൂഹത്തിന്റെ വരുമാനത്തിന്റെയും നിലനിൽപ്പിന്റെയും ഒരു ഭാഗമായിട്ടുണ്ടായിരുന്ന കാര്യമായിരുന്നു അടിമ സമ്പ്രദായം. അതുകൊണ്ട് തന്നെ ഒരു അടിമയെ വാങ്ങി മോചിപ്പിക്കുക എന്നുള്ളത് വളരെ വിലപിടിപ്പുള്ള, സമ്പത്ത് ധാരാളം ചെലവഴിക്കേണ്ട, ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ പല വിഷയങ്ങളിലും ദീനിൽ കഫാറത്തായിട്ട് അടിമമോചനം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വന്തം ഉപ്പയെയോ ഉമ്മയെയോ അടിമയായി കാണുകയാണെങ്കിൽ ആ ഉപ്പയാനെയും ഉമ്മാനെയും ബന്ധിതമായ അവസ്ഥയിൽ കാണുമ്പോൾ അവരെ മോചിപ്പിക്കാൻ, അവരെ അതിൽ നിന്ന് ഒഴിവാക്കി സ്വതന്ത്രനാക്കാൻ തന്റെ സമ്പത്ത് കൊടുത്ത് വാങ്ങി ചെലവാക്കുന്നത് പോലെ ചെയ്താൽ മാത്രമാണ്, അല്ലെങ്കിൽ അത്രയും ചെയ്യേണ്ടതുണ്ട് മാതാപിതാക്കൾക്ക്, എന്നാലാണ് അവരോടുള്ള ആ ബാധ്യത ആവുകയുള്ളൂ, അല്ലെങ്കിൽ അവർക്കുള്ള തിരിച്ച് പകരം ചെയ്യലാവുകയുള്ളൂ എന്ന് പറഞ്ഞത് കാണാം. സിന്ദി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ ഇബ്നു മാജയുടെ ശർഹിൽ ഈ ഹദീസിനെ വിശദീകരിക്കുന്നിടത്ത് പറയുന്നുണ്ട്, വഫീഹി അന്നൽ അബ്ദ കൽ ഹാലിക് ഫകഅന്നഹു ബിൽഇഅ്താഖി അഖ്റജഹു മിനൽ ഹലാകി ഇലൽ ഹയാത്ത്. കാരണം ഒരു അടിമ എന്ന് പറഞ്ഞാൽ നാശത്തിന്റെ വക്കത്തേക്കാണ്, വിൽക്കാൻ വെച്ചിട്ടുള്ള അടിമ എന്ന് പറഞ്ഞാൽ നാശത്തിന്റെ വക്കത്താണ്. ആ അടിമയെ വാങ്ങി മോചിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ജീവിതത്തിലേക്കാണ്, ഒരു ജീവിതത്തിലേക്കാണ് പിന്നെ നയിക്കുന്നത്. ആ ഉപ്പാനെ അങ്ങാടിയിൽ കണ്ടിട്ട് ആ ഉപ്പാനെ വാങ്ങി മോചിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഉപ്പ കാരണമാണല്ലോ ഒരു മകൻ ജനിക്കുന്നത്. മകൻ ഭൂമിയിൽ ജനിക്കാൻ കാരണമാകുന്ന സംഭവം എന്താണ്? ഉപ്പയാണ്. അതുകൊണ്ട് തന്നെ ഈ കാര്യം പറയുന്നത് അതുകൊണ്ടാണ്. അടിമയായി കിട്ടിയിട്ട് മോചിപ്പിക്കുക എന്ന് പറഞ്ഞാൽ മകൻ ജനിക്കാൻ കാരണമായ ഉപ്പാനോടുള്ള ജസാ അപ്പോഴേ ആവുകയുള്ളൂ എന്ന് അറിയിക്കാനാണ് എന്ന് വിശദീകരിച്ചത് കാണാം. അടുത്ത ഹദീസ് عن أبي بردة أنه شهد ابن عمر ورجل يماني يطوف بالبيت. അബൂ ബുർദ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയാണ്, അദ്ദേഹം ഒരിക്കൽ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോടൊപ്പമാണ്. എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ തവാഫിന്റെ സന്ദർഭത്തിലാണ്, കഅബയിലാണ്, മസ്ജിദുൽ ഹറമിലാണ്. അപ്പൊ യമനിൽ നിന്ന് വന്ന ഒരു വ്യക്തി തവാഫ് ചെയ്യുന്നുണ്ട്. ഹമല ഉമ്മഹു വറാഅ ളഹ്രിഹി, ആ വ്യക്തി തവാഫ് ചെയ്യുന്നത് സ്വന്തം ഉമ്മാനെ മുതുകിലേറ്റിക്കൊണ്ടാണ്. യഖൂൽ, എന്നിട്ട് പറയുന്നുണ്ട്, ഇന്നി ലഹാ ബഈറുഹാ അൽ മുദല്ലൽ ഇൻ ഉദ്ഇറത് റികാബുഹാ ലം ഉദ്അ. ആ മകൻ ഉമ്മാനെ ഏറ്റി തവാഫ് ചെയ്യുമ്പോ പറയാണ്, ഇന്നി ലഹാ ബഈറുഹാ അൽ മുദല്ലൽ, ഞാൻ എന്റെ ഉമ്മാക്ക് ഏറ്റവും താഴ്മ, കീഴ്പ്പെടുത്തപ്പെട്ട ഒരു ഒട്ടകത്തെ പോലെയാണ്, ഒരു മൃഗത്തെ പോലെയാണ്. ഇൻ ഉദ്ഇറത് റികാബുഹാ, ആ വാഹനാമൃഗം എങ്ങാനും ഈ മേഖലയിൽ ഇരിക്കുന്ന ആളെ വിട്ടിട്ട് ഓടിപ്പോയാലും ലം ഉദ്അ, ഞാൻ എന്ത് ചെയ്യില്ല, എന്റെ ഉമ്മാനെ വിട്ടിട്ട് ഇട്ടുപോകുന്ന അവസ്ഥ ഉണ്ടാകില്ല. അങ്ങനെ ഇതിങ്ങനെ ചെയ്യാം. ഈ ഒരു കാഴ്ച കാണാൻ ഖാല, എന്നിട്ട് ആ തവാഫ് കഴിഞ്ഞിട്ട് ആ വ്യക്തി ഇബ്നു ഉമർ റളിയല്ലാഹുവിന്റെ അടുക്കിലേക്ക് വന്നു. എന്നിട്ട് ചോദിച്ചു, ഇബ്നു ഉമർ അതുറാനി ജസൈതുഹ, ഞാൻ എന്റെ ഉമ്മാക്ക് പകരം ചെയ്തോ? എന്റെ ഉമ്മ എന്നെ ഗർഭം ധരിച്ച് എന്നെ പ്രസവിച്ച് എന്നെ വളർത്തി വലുതാക്കിയതിന് പകരമായിട്ട് ഞാൻ ചെയ്തോ എന്ന് ചോദിച്ചു. ഖാല, അപ്പൊ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, 7 തവാഫ് ഉമ്മാനെ തോളിലേറ്റ് ചെയ്തിട്ടാണോ എന്ന് ചോദിക്കുന്നത്? അപ്പൊ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞില്ല, ഇല്ല. വലാ ബിസഫ്റത്തിൻ വാഹിദത്തിൻ, ഒരു ശ്വാസത്തിന് പോലും ആയിട്ടില്ല എന്ന് പറഞ്ഞു. അഥവാ സഫ്രത്ത് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ ശിദ്ദത്ത് കാരണത്താൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ ഞെരുക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഭാരം താങ്ങിയിട്ടൊക്കെ ഒരു മനുഷ്യൻ ശ്വാസം വിടുമല്ലോ, ആ രീതിയിലുള്ള ഒരു നിശ്വാസത്തിനാണ് സഫ്രത്ത് പറയുക. ഇവിടെ ഉദ്ദേശം ഉമ്മ ഏറ്റവും കൂടുതൽ അത് ബുദ്ധിമുട്ടിയിട്ട് ഉമ്മാന്റെ നിന്ന് വരുന്നത് പ്രസവിക്കുന്ന സമയത്തായിരിക്കും. ആ സമയത്തുള്ള ഒരു ശ്വാസം ആ ഉമ്മ വിട്ട അല്ലെങ്കിൽ ആ പ്രസവിക്കുന്ന സമയത്ത് ആ മുക്കുന്ന ഒരു അവസ്ഥയിൽ ഉണ്ടാകുന്ന ഒരു ശ്വാസത്തിന് പോലും ഇത് പകരമായിട്ടില്ല എന്ന് പറഞ്ഞു. ثم طاف ابن عمر
അതിനുശേഷം അയാൾ പോയി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു തവാഫ് ചെയ്തു. എന്നിട്ട് മഖാം ഇബ്രാഹിമിന്റെ പിന്നിൽ വന്നുകൊണ്ട് 2 റക്അത്ത് നിസ്കരിച്ചു. എന്നിട്ട് പറഞ്ഞു, യബ്ന അബി മൂസ, അബൂ ബുർദയോട് വന്ന് പറയാണ്, ഇബ്നു അബി മൂസ എന്ന് വിളിച്ചിട്ട് പറഞ്ഞു, ഇന്ന കുല്ല റക്അത്തൈനി തുകഫിറാനി മാ അമാമഹുമാ, ഓരോ 2 റക്അത്ത് നീ നിസ്കരിക്കുമ്പോഴും അതിന്റെ മുൻപിൽ ഉണ്ടായിട്ടുള്ള പാപങ്ങളെ പൊറുക്കുന്നതാണ്, അതിന് പകരമാണ് ചെറുപാപങ്ങളെ മായ്ക്കുന്നതാണ് എന്ന് പറയുകയുണ്ടായി. ഈ ഒരു ഹദീസ്, ഈ ഒരു അസർ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നാം കഴിഞ്ഞ ദർസിലെ സൂചിപ്പിച്ചു. സ്വഹാബികളുടെ ഫഹ്മാണ് ഏറ്റവും ശരിയായിട്ടുള്ളത്. അവർ ഖുർആനിനെയും ഹദീസിനെയും എങ്ങനെ മനസ്സിലാക്കിയോ അതാണ് ശരിയായിട്ടുള്ളത്. അല്ലാതെ നമ്മുടെ ബുദ്ധിക്ക് ഇന്ന് കാലത്ത് തോന്നുന്നതോ അല്ലെങ്കിൽ ഇന്ന് കാലത്തെ ആളുകൾ വ്യാഖ്യാനിക്കുന്നതോ അല്ല. ദീൻ എന്ന് പറഞ്ഞാൽ സ്വഹാബികളുടെ ഫഹ്മാണ്. അപ്പൊ ഇബ്നു ഉമർ റളിയല്ലാഹുവിന്റെ അടുക്കൽ ഒരു വ്യക്തി വന്നിട്ട് അത്രയും ത്യാഗം സഹിച്ച് ഉമ്മാനെ തോളിലേറ്റി ഖവാഫ് ചെയ്ത്, ഒരു വാഹനാമൃഗം പോലെയാണ് എന്റെ ഉമ്മാക്ക് ഞാൻ, ആ വാഹനാമൃഗത്തിന് ഒരു മടുപ്പ് വന്ന് മുകളിലിരിക്കുന്ന ആളെ ഇട്ടിട്ട് പോയാലും ഞാൻ പോകില്ല, അങ്ങനെ താഴ്മയോടുകൂടിയാണ് ഉമ്മാക്ക് എന്ന് പറഞ്ഞിട്ടാണ് അയാൾ ചെയ്യുന്നത്. ആ ഉമ്മ ചെയ്തു തന്നതിന് പകരമായോ എന്ന് ചോദിച്ചപ്പോൾ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ മറുപടിയാണ്, ആ പ്രസവിക്കുന്ന സന്ദർഭത്തിൽ വിലാദത്തിന്റെ സമയത്ത് ആ ഉമ്മ വിടുന്ന ഒരു ശ്വാസം, ആ ഒരു ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ട് ഒരു നിശ്വസിക്കുന്നതിന് പോലും ഇത് പകരമായിട്ടില്ല എന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുമ്പോ എത്രത്തോളമാണ് നമുക്ക് ഉമ്മാനോടുള്ള ബാധ്യത, ഉമ്മാനോടുള്ള കടമ എത്രത്തോളം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കണം. എന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹു മഖാം ഇബ്രാഹിമിന്റെ പിന്നിൽ ഉംറ ചെയ്യുകയാണ്. 2 റക്അത്ത് നിസ്കാരത്തിന് ശേഷം ഈ താബഈനോട് പറയാണ്, ഓരോ 2 റക്അത്ത് നിസ്കാരവും അതിന് മുമ്പുള്ള പാപങ്ങൾ പൊറുക്കാൻ കാരണമാകുന്ന കാര്യമാണ്. അത് ഈ ബാബുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ കൂടി ഈ അസറിൽ വന്നിട്ടുള്ളതാണ്. നമുക്കറിയാം, തിന്മകൾ ചെയ്തു പോയി കഴിഞ്ഞാൽ ഒരു മുസ്ലിം ചെയ്യേണ്ടത് എന്താണ്? അവൻ വുളു എടുത്ത് 2 റക്അത്ത് നിസ്കരിക്കുകയാണ്. ആ പാപങ്ങൾ പുറത്തു കിട്ടാൻ അത് കാരണമാകും. അടുത്ത ഹദീസ്, അൻ അബ്ദുല്ലാഹ് ഇബ്നു അംർ قال جاء رجل الى النبي صلى الله عليه وسلم يبايعه على الهجرة. ഒരു വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്ന് ഹിജ്റക്ക് വേണ്ടി ബൈഅത്ത് ചെയ്തു. വതറക അബവൈഹി യബ്കിയാൻ. ആ വ്യക്തി വന്നത് ആ വ്യക്തിയുടെ മാതാപിതാക്കളെ കരയുന്ന അവസ്ഥയിൽ ഇട്ടുകൊണ്ടാണ്. അഥവാ ഈ വ്യക്തി ഹിജ്റ ചെയ്ത് പോകുന്നതിൽ മാതാപിതാക്കൾക്ക് ദുഃഖമുണ്ട്, അവർ കരയുന്നുണ്ട്. ഫഖാല, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് അറിഞ്ഞപ്പോൾ ഈ വ്യക്തിയോട് പറഞ്ഞു, ഇർജിഅ ഇലൈഹിമാ, നീ അവരിലേക്ക് മടങ്ങുക. വഅദ്ഹിഖ്ഹുമാ കമാ അബ്കൈതഹുമാ, നീ അവരെ കരയിപ്പിച്ചതുപോലെ അവരെ ചിരിപ്പിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് പറയുകയുണ്ടായി. ഹിജ്റ എന്നുള്ളത് സഹോദരന്മാരെ പ്രധാനമായും 2 രീതിയിലാണ്. ഒന്നാമത്തെ ഹിജ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വർഗം വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ള, സ്വർഗം നിർബന്ധമാകുന്ന ശിർക്കിന്റെ നാടിൽ നിന്ന് തൗഹീദിന്റെ നാടിലേക്ക്, ഇസ്ലാമിന്റെ നാടിലേക്ക് പോകലാണ്. മക്കയിൽ നിന്നുള്ള ഹിജ്റ ചെയ്തു വന്ന മുഹാജിറുകളെ പോലെ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്തത് എന്താണ്? സൂറത്ത് തൗബയിലെ 111-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞു, ഇന്ന അല്ലാഹ ഇശ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വഅംവാലഹും ബിഅന്ന ലഹുൽ ജന്ന. അല്ലാഹു തആല മുഅ്മിനീങ്ങളിൽ നിന്ന് അവരുടെ ശരീരവും അവരുടെ സമ്പത്തും വാങ്ങിയിരിക്കുന്നു, പകരം സ്വർഗം നൽകാമെന്ന് പറഞ്ഞിട്ട്. അപ്പോ സ്വന്തം സമ്പത്തിനേക്കാളും ജീവനേക്കാളും എല്ലാം ദീനിന് പ്രാധാന്യം കൊടുത്ത് ഹിജ്റ ചെയ്യുന്ന ആളുകൾ. രണ്ടാമത്തെ ഒരു ഹിജ്റ ഉണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അറാബികൾ അവരുടെ മരുഭൂമിയിലെ ഗോത്രങ്ങളിൽ നിന്നും നാടുകളിൽ നിന്നും പട്ടണത്തിലേക്ക്, അഥവാ മദീനയിലെ പട്ടണത്തിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പവും ബാക്കിയുള്ള സ്വഹാബികളോടൊപ്പവും യുദ്ധം ചെയ്യാൻ തയ്യാറായിക്കൊണ്ട് വരുന്നതിന്, അവരുടെ വീടും ഗോത്രവും എല്ലാം വിട്ട് യുദ്ധം ചെയ്യാൻ തയ്യാറായി വരുന്നതിനും ഹിജ്റ എന്ന് പറയും. അങ്ങനെ ഹിജ്റ ചെയ്ത് വരുന്ന രീതിയുണ്ട്, അറാബികൾ ഹിജ്റ ചെയ്ത് വരുന്നത്. ഇവിടെ ഈ ഹിജ്റയാണ് ഉദ്ദേശം. അഥവാ അറാബികൾ യുദ്ധം ചെയ്യാൻ വേണ്ടി അങ്ങനെ ഉമ്മാനെയും ഉപ്പാനെയും വിട്ടിട്ട് ഒരു വ്യക്തി യുദ്ധം ചെയ്യാൻ, അപ്പൊ അവിടെ ഇസ്ലാമനുസരിച്ച് ജീവിക്കാൻ പറ്റും. പക്ഷെ യുദ്ധത്തിന് വേണ്ടി ഹിജ്റ ചെയ്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം യുദ്ധത്തിൽ പങ്കെടുക്കാൻ വേണ്ടി വരുന്ന ഹിജ്റയാണിത്. അങ്ങനെ ആ ചെയ്യുന്ന വന്ന സന്ദർഭത്തിലാണ് ആ ഉമ്മയും ഉപ്പേന്റെയും അനുവാദമില്ലാതെയാണ് വന്നിട്ടുള്ളത്. അധിക ജുംഹൂർ ഉലമ പണ്ഡിതന്മാരും പറഞ്ഞു, ഇതുപോലെ ഹിജ്റയാവട്ടെ ജിഹാദ് ആവട്ടെ, ഉമ്മയും ഉപ്പയും മുസ്ലിമീങ്ങളാണെങ്കിൽ അവരുടെ അനുവാദം വേണം, അവരുടെ സമ്മതത്തോടു കൂടി വേണം അതിന് വരാൻ വേണ്ടി. അപ്പൊ ഈ മകൻ പോയതിൽ അവര് കരയുന്ന അവസ്ഥയിലാണ് ഈ മകൻ വന്നിട്ടുള്ളത്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ വ്യക്തിയോട് പറഞ്ഞു, നീ അവരെ ചിരിപ്പിക്കുക, നീ അവരെ കരയിപ്പിച്ചതുപോലെ.
അവർ കരയാൻ നീ കാരണമായിട്ടുണ്ട്. അപ്പൊ നീ അവിടെ ചെന്ന് അവരെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യുക എന്ന് ഈ വ്യക്തിയോട് പറയുകയുണ്ടായി. അപ്പോൾ മനസ്സിലാക്കേണ്ട ഗൗരവമുള്ള ഒരു കാര്യം, മാതാപിതാക്കളെ വിഷമിപ്പിക്കുക, കരയിക്കുക എന്നുള്ളത് ദീനിൽ വളരെ പ്രാധാന്യമുള്ള ഹിജ്റ. ഇവിടെ ഹിജ്റ എന്ന് പറഞ്ഞാൽ യുദ്ധത്തിന് വേണ്ടി, ജിഹാദിന് വേണ്ടി വരുന്ന ആ യാത്രക്ക് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ പോയി സന്തോഷിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സഹോദരങ്ങളെ നമ്മൾ ചിന്തിക്കണം. ഇന്ന് പല ആളുകൾക്കും ഇതിന്റെ പ്രാധാന്യം അറിയില്ല. അവര് ദീനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കാണുന്ന കാഴ്ചപ്പാടും അവരുടെ ചിന്തകളും എല്ലാം വ്യത്യസ്തമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്ര ഗൗരവത്തിൽ പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ് മാതാപിതാക്കളോടുള്ള കടമകൾ, പ്രത്യേകിച്ച് മാതാവിനോട്. അടുത്ത ഹദീസ് അൻ അബീ മുർറ മൗല ഉമ്മു ഹാനി ബിൻത് അബീ ത്വാലിബ്. അബൂ മുർറ റഹിമഹുല്ലാഹ്, അദ്ദേഹം അബൂ ത്വാലിബിന്റെ മകളായ ഉമ്മു ഹാനിയുടെ അടിമയാണ്. അദ്ദേഹം പറയുകയാണ്, അന്നഹു റകിബ മഅ അബീ ഹുറൈറത ഇലാ അർദിഹി ബിൽ അഖീഖ്. അദ്ദേഹം ഒരിക്കൽ സ്വഹാബി ശ്രേഷ്ഠനായ ധാരാളം ഹദീസുകൾ ഉദ്ധരിച്ചിട്ടുള്ള അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോടൊപ്പം അഖീഖ് എന്ന പ്രദേശം ദുൽഹുലൈഫ അതിന്റെ അടുത്താണ് എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. ആ പ്രദേശത്തെത്തി. അവിടെയാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ താമസം ഉണ്ടായിരുന്നത്, ഉമ്മ ഉണ്ടായിരുന്നത്. അവിടെ എത്തിയപ്പോൾ ഫൈദാ ദഖല അർദഹു സ്വാഹ ബിഅഅലാ സൗതി. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തന്റെ സ്ഥലത്തെത്തിയപ്പോൾ, തന്റെ വീട്ടിലെത്തിയപ്പോൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു, അലൈക്കിസ്സലാം റഹ്മത്തുള്ളാഹി വബറകാതുഹു യാ ഉമ്മത. ഏ ഉമ്മ, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ സമാധാനവും അതുപോലെ കാരുണ്യവും ഒക്കെ ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞു. തഖൂൽ, അപ്പൊ ഉമ്മ തിരിച്ചു പറഞ്ഞു, വഅലൈക്കസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു, അള്ളാഹുവിന്റെ ഈ രക്ഷയും എല്ലാം നിനക്കും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു. ഉമ്മ തിരിച്ചു മകനോട് പറഞ്ഞു. യഖൂൽ, എന്നിട്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, റഹിമക്കല്ലാഹു കമാ റബ്ബൈതനി സഗീറ. എന്നെ ചെറുപ്പത്തിൽ നിങ്ങൾ വളർത്തിക്കൊണ്ടുവന്നത് കാരണത്താൽ, ഇതുപോലെ എന്നെ നോക്കിയതിന് അള്ളാഹു നിങ്ങളോട് കാരുണ്യം ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിച്ചു. ഫതഖൂൽ, അപ്പോ ഉമ്മ തിരിച്ചു മകനോട് പറയാണ്, യാ ബുനയ്യ, മോനെ, വഅൻത ഫജസാകല്ലാഹു ഖൈറൻ വറളി അൻക കമാ ബറർതനി കബീറ. നിനക്ക് അള്ളാഹു പ്രതിഫലം നൽകട്ടെ, നിന്നെ അള്ളാഹു തൃപ്തിപ്പെടട്ടെ. നീ പ്രായമായ സന്ദർഭത്തിൽ എന്നോട് പുണ്യം ചെയ്തതിന്റെ പേരിൽ, എന്നെ നല്ല രീതിയിൽ എന്നോട് പുണ്യം ചെയ്തതിന്റെ പേരിൽ നിനക്ക് അള്ളാഹു പ്രതിഫലം നൽകട്ടെ എന്ന് ഉമ്മ തിരിച്ചു പറയുകയും ചെയ്തു. സഹോദരങ്ങളെ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുയെയും ഉമ്മയെയും സ്നേഹിക്കുക എന്നുള്ളത് ഈമാനിന്റെ ഭാഗമാണ്. കാരണം എന്താണ്? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്, എന്നോടും എന്റെ ഉമ്മാനോടും മുഅ്മിനീങ്ങൾക്ക് സ്നേഹം ഉണ്ടാകണം എന്നുള്ളത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് സ്നേഹമില്ലാത്തവൻ അവൻ ഈമാനിന്റെ പരിധിയിലുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതാണ്. അത്ര നമ്മൾ ഇഷ്ടപ്പെടേണ്ട സ്വഹാബിയാണ്. ഈ സ്വഹാബിയുടെ ഉമ്മയുടെ ഇസ്ലാം സ്വീകരണം എല്ലാം അറിയപ്പെട്ട ചരിത്രമാണ്. ഇവിടെ അതല്ല വിഷയം. ഒരു ഉമ്മയും മകനും തമ്മിലുള്ള ഈ സംസാരമാണ്. എത്ര സ്നേഹത്തോടുകൂടിയും എത്ര കാരുണ്യത്തോടു കൂടിയുമാണ് ഉമ്മാനോട് സലാം പറയുന്നു, ഉമ്മാക്ക് വേണ്ടി ദുആ ചെയ്യുന്നു. പറഞ്ഞ വാക്കെന്താണ്? റഹിമക്കല്ലാഹു കമാ റബ്ബൈതനി സഗീറ. എന്നെ ചെറുപ്പത്തിൽ വളർത്തിക്കൊണ്ടുവന്ന് നോക്കിയതിന് അള്ളാഹു നിങ്ങളോട് കാരുണ്യം കാണിക്കട്ടെ. കാരണം അള്ളാഹു തആല സൂറത്തുൽ ഇസ്രായിലെ 24-ാമത്തെ ആയത്തിലൂടെ പഠിപ്പിച്ചിട്ടുണ്ട്, വഖുർ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. മാതാപിതാക്കൾക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യേണ്ടത് എന്താ? റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. എന്നെ ചെറുപ്പത്തിൽ നോക്കി വളർത്തിയതുപോലെ ഈ മാതാപിതാക്കളോട് അല്ലാഹു വേണ്ടി കാരുണ്യം കാണിക്കണമേ എന്ന് ഉമ്മാക്കും ഉപ്പാക്കും വേണ്ടി നമ്മൾ ദുആ ചെയ്യേണ്ടതാണ്. അപ്പോ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉമ്മയോടും ഉമ്മ തിരിച്ചും ഉള്ള സംസാരം, അത്രയും സഹാബികൾ ഉമ്മാനോട് കാരുണ്യവും സ്നേഹവും കാണിച്ചിരുന്നു എന്ന് മനസ്സിലാക്കാം. അടുത്ത ബാബു ഉഖൂഖിൽ വാലിദൈൻ, മാതാപിതാക്കളെ ഉപദ്രവിക്കുന്നതിന്റെ, വേദനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബാബാണ്. عن أبي بكرة قال رسول الله صلى الله عليه وسلم. അബൂ ബക്ര റളിയല്ലാഹു അൻഹു ധരിക്കുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലാ ഉനബ്ബിഉകും ബിഅക്ബരിൽ കബായിർ. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഞാൻ നിങ്ങൾക്ക് ഏറ്റവും വലിയ പാപം, വൻപാപങ്ങൾ എന്താണെന്ന് അറിയിക്കട്ടെയോ? സലാസൻ, മൂന്ന് തവണ ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രീതിയാണ്, പഠിപ്പിക്കുന്ന രീതിയിൽപ്പെട്ട കാര്യമാണ് ഒരു കാര്യം 3 തവണ ആവർത്തിച്ച് പറയുക എന്നുള്ളത്, അല്ലെങ്കിൽ ആവർത്തിച്ച് ചോദിക്കുക എന്നുള്ളത്. അത് കേൾക്കുന്ന ആളുകൾക്ക് വ്യക്തമാകാൻ വേണ്ടിയിട്ട്. ഖാലു, അബു സഹാബികൾ പറഞ്ഞു, ബലാ യാ റസൂലല്ലാഹ്, അത് റസൂലേ നിങ്ങൾ പറഞ്ഞു തരണം. ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഇശ്റാഖു ബില്ലാഹ്,
അൽ ഇശ്റാഖു ബില്ലാഹ്, അല്ലാഹുവിനെ ശിർക്ക് ചെയ്യലാണ്. വഉഖൂഖുൽ വാലിദൈൻ, മാതാപിതാക്കളെ ഉപദ്രവിക്കലാണ്, അവർക്ക് ഞെരുക്കമുണ്ടാക്കലാണ്. വജലസ വകാന മുത്തഖിയൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചാരി ഇരുന്നോട്ടാ ഈ രണ്ടെണ്ണം പറഞ്ഞത്. എന്നിട്ടൊന്ന് നേരെ ഇരുന്നിട്ട് പറഞ്ഞു അലാ വഖൗലുസ്സൂർ, കള്ള സാക്ഷ്യം വഹിക്കലാണ് എന്ന് പറഞ്ഞു. മാ സാല യുകർരിറുഹാ ഹത്താ ഖുൽതു ലൈതഹു സകത. അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞുകൊണ്ടേ ഇരുന്നു, ഞാനൊന്ന് വിചാരിച്ചു പോയി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർത്തിയിരുന്നെങ്കിൽ എന്ന് ഞാൻ വിചാരിച്ചു പോയി, അത്ര തവണ ആവർത്തിച്ച് പറയുകയുണ്ടായി എന്നത്. അപ്പൊ ഈ ഹദീസിൽ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിനെ, സഹാബികളെ വൻപാപങ്ങൾ എന്താണെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയും താക്കീത് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എന്തിനു വേണ്ടിയാണ് അത്? അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ വേണ്ടിയിട്ട്, അതിൽ നിന്ന് അകന്നു നിൽക്കാൻ വേണ്ടിയിട്ട്. ആ കൂട്ടത്തിൽ ഈ ഹദീസിൽ 3 കാര്യങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഒന്നാമത്തേത് അൽ ഇശ്റാഖു ബില്ലാഹ്. നമുക്കറിയാം, ശിർക്കിന്റെ ഗൗരവം അറിയാം. ഒരിക്കലും പൊറുക്കപ്പെടാത്ത പാപമോചനം ആ ശിർക്കിലായിക്കൊണ്ട് മരണപ്പെട്ടാൽ പിന്നീട് അള്ളാഹുവിന്റെ മഗ്ഫിറത്തിനോ റഹ്മത്തിനോ അർഹനാകാത്ത വിധം നരകത്തിൽ ഖുലൂദ് ലഭിക്കുന്ന ശാശ്വതമാകുന്ന പാപമാണ് ശിർക്ക്, അള്ളാഹുവിൽ പങ്കുചേർക്കുക എന്നുള്ളത്. അതോടൊപ്പം രണ്ടാമത് പറഞ്ഞു ഉഖൂഖുൽ വാലിദൈൻ, മാതാപിതാക്കളെ ഞെരുക്കമുണ്ടാക്കുക, അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുക എന്നുള്ളത്. ഉഖൂഖുൽ വാലിദൈനിനെ വിശദീകരിക്കുന്നിടത്ത് ഉലമാകൾ പറഞ്ഞു ഈദാഹുമ, അവരെ ഉപദ്രവിക്കലാണത്. ഈദാഉഹുമ വഇസ്യാനുഹുമ, അവരോട് അനുസരണക്കേട് കാണിക്കലാണത്. വൽ ഖുറൂജു അലൈഹിമ, അവർക്കെതിരെ ഇറങ്ങിപ്പുറപ്പെടാൻ, അവർക്ക് എതിരായി നിൽക്കലാണ്. വഹുവ ളിദ്ദുൽ ബിർരി ബിഹിമ, അവരോട് പുണ്യം ചെയ്യുന്നതിനെതിരാണ് ഉഖൂഖ് എന്ന് പറയുന്നത്. മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യുന്നതിന്റെ എതിരാണ് അവരോട് ഉഖൂഖ് ചെയ്യുക എന്നുള്ളത്. സഹോദരങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അല്ലാഹു തആല തൗഹീദ് പറഞ്ഞു, അതിനോടൊപ്പം ബിർറുൽ വാലിദൈൻ പറഞ്ഞു, മാതാപിതാക്കളുടെ കർമ്മങ്ങൾ പറഞ്ഞു. ശിർക്ക് പറഞ്ഞു, അതോടൊപ്പം അവരെ ഉപദ്രവിക്കുന്നതിന്റെ ഗൗരവം പറഞ്ഞു. അപ്പോൾ ആലോചിച്ച് നോക്കി, അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള ഹഖ് കഴിഞ്ഞാൽ ഒരടിമയ്ക്ക് ദുനിയാവിലുള്ള മഖ്ലൂഖുകളോടുള്ള ഹഖിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് മാതാപിതാക്കളോടാണ്. അതിലേറ്റവും പ്രാധാന്യമുള്ളത് സ്വന്തം ഉമ്മയോടാണ്. അതുകൊണ്ട് അതിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കണം. അതിൽ മാതാപിതാക്കളെ ഏതെങ്കിലും തരത്തിൽ അവർക്ക് ഉപദ്രവം ഉണ്ടാക്കിയിട്ടോ അവരെ ധിക്കരിച്ചിട്ടോ അവർക്കെതിരിൽ നിന്നുകൊണ്ടോ നമ്മൾ ചെയ്യുന്നുണ്ട് എങ്കിൽ അത് ഉഖൂഖുൽ വാലിദൈനിൽ പെട്ടതാണ്, അത് വൻപാപത്തിൽ പെട്ടതാണ്. വൻപാപത്തിൽ പെട്ട ഗൗരവമേറിയ തെറ്റാണ് അത്. മൂന്നാമത്തെ കാര്യം ഈ കൂട്ടത്തിൽ പറഞ്ഞു അലാ വഖൗലുസ്സൂർ, കള്ളസാക്ഷ്യം വഹിക്കലാണ്. അഥവാ താൻ അറിയാത്ത ഒരു കാര്യത്തിന്റെ പേരിൽ മറ്റൊരാൾക്ക് വേണ്ടി പണത്തിനോ സമ്പത്തോ മറ്റോ ഒക്കെ ആഗ്രഹിച്ചിട്ട് കള്ളസാക്ഷിയായി നിൽക്കുക, അല്ലെങ്കിൽ കളവിനെ കൂട്ടി നിൽക്കുക എന്നുള്ളത് ഗൗരവമേറിയ വൻപാപത്തിൽ എണ്ണിയിട്ടുണ്ട്. അടുത്ത ബാബ്, ബാബു ലഅന അല്ലാഹു മൻ ലഅന വാലിദൈഹി, മാതാപിതാക്കളെ ശപിച്ചവൻ അവനെ അള്ളാഹു ശപിച്ചിരിക്കുന്നു. മാതാപിതാക്കളെ ശപിച്ചവനെ അള്ളാഹു ശപിച്ചിരിക്കുന്നു. അൻ അബി ഖുഫൈൽ റഹിമഹുല്ലാഹ് ഖാല സുഇല അലി ഹൽ ഖസ്സകും النبي സല്ലല്ലാഹു അലൈഹി വസല്ലം ബിശൈഇൻ ലം യഖുസ്സ ബിഹി الناس കാഫ. ഒരിക്കൽ അലി റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കപ്പെട്ടു, ജനങ്ങൾക്കൊന്നും പറഞ്ഞു കൊടുക്കാത്ത രീതിയിൽ അല്ലെങ്കിൽ ജനങ്ങൾക്കൊന്നും നൽകാത്ത രീതിയിൽ എന്തെങ്കിലും ഒരു കാര്യം പ്രത്യേകമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നൽകിയിട്ടുണ്ടോ? നിങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് നൽകിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഇവിടെ ചോദിക്കാനുള്ള കാരണം, ഈ ഹദീസിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഹദീസ് ഷിയാക്കൾക്കും റാഫിദികൾക്കും എല്ലാം അവരുടെ വാദങ്ങൾക്ക് എതിരായി കൊണ്ടുള്ളതാണ്. കാരണം അവരുടെ വാദത്തിൽപ്പെട്ട കാര്യമാണ് അലി റളിയല്ലാഹുവിന് പ്രത്യേകമായിട്ട് ചില വസിയ്യത്തുകളോ കാര്യങ്ങളോ അല്ലാഹുവിന്റെ റസൂൽ നൽകിയിട്ടുണ്ട്. എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഖുർആൻ തന്നെ പ്രത്യേകമായിട്ട് ഫാത്തിമ ബീവിക്ക് ഇറക്കപ്പെട്ടതായിട്ട് നൽകപ്പെട്ടതായിട്ട് വേറെയുണ്ട്. ഇപ്പോഴുള്ള ഖുർആൻ അല്ല ശരിയായിട്ടുള്ളത്. അവരെ ഇമാം വരുന്ന സമയത്ത് ആ ഖുർആൻ യഥാർത്ഥ ഖുർആൻ കൊണ്ടുവരുമെന്നെല്ലാം തീവ്രമായ വാദമുള്ള ആളുകൾ റാഫിദികളുടെ കൂട്ടത്തിൽ ഉണ്ട്. അപ്പൊ അവരുടെ വാദങ്ങളെ പൊളിച്ചു കളയുന്ന ഒരു ഹദീസ് കൂടിയാണ് ഈ ഹദീസ്. ഇവിടെ ഈ അലി റളിയല്ലാഹുവിനോട് ഇങ്ങനെ വാദം ആളുകൾ പറയുന്നത് കൊണ്ട് തന്നെ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് എന്തെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയിട്ടുണ്ടോ? അപ്പൊ അലി റളിയല്ലാഹു അൻഹു മറുപടി പറയാണ്, ഖാല മാ ഖസ്സനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിശൈഇൻ ലം യഖുസ്സ ബിഹി الناس, ജനങ്ങൾക്ക് പ്രത്യേകമായി നൽകാതെ എനിക്കോ അല്ലെങ്കിൽ
അലി റളിയല്ലാഹു അൻഹു ഫാത്തിമ ബീവിക്കോ പ്രത്യേകമായിട്ടൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയിട്ടില്ല. ഇല്ലാ മാ ഫീ ഖിറാബി സൈഫി, എന്റെ വാളിടുന്ന ഉറയിൽ ഉള്ളതല്ലാതെ. എന്റെ വാള് വെക്കുന്ന ഉറയിൽ ഒരു കാര്യമുണ്ട്, അതല്ലാതെ ഒന്നുമില്ലാതെ പറഞ്ഞു. ثم أخرج صحيفة فإذا فيها مكتوب, അങ്ങനെ തന്റെ വാളിടുന്ന ഉറയിൽ നിന്ന് അലി റളിയല്ലാഹു അൻഹു ഒരു പേജ് എടുത്തു, ഒരു ഏഡ് എടുത്തു. എന്നിട്ട് പറഞ്ഞു ലഅനല്ലാഹു മൻ ദബഹ ലിഗൈരില്ലാഹ്. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായി പഠിപ്പിച്ചു കൊടുത്ത വേറെ ഹദീസുകൾ വന്നിട്ടുള്ള ആശയമാണ് ലഅനല്ലാഹു മൻ ദബഹ ലിഗൈരില്ലാഹ്. അല്ലാഹു അല്ലാത്ത ആർക്കെങ്കിലും അറവ് നടത്തുന്നവരെ അല്ലാഹു ശപിച്ചിരിക്കുന്നു. ലഅനല്ലാഹു മൻ സറഖ മനാറൽ അർദ്, ഭൂമിയുടെ അതിരുകൾ, അതിര് വെക്കുന്ന അടയാളങ്ങൾ, അതിനെ കട്ടെടുക്കുന്നവരെ അള്ളാഹു ശപിച്ചിരിക്കുന്നു. അതിനെ കട്ടെടുക്കുക എന്ന് പറഞ്ഞാൽ ആ പരിധി മാറ്റിവെക്കുക. അതായത് ഭൂമിയുടെ അതിര് ഒരു നിർണയിച്ചിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് നീട്ടി വെച്ച് അപ്പുറത്താണ് കുറച്ച് ഭൂമി കൂടി എടുക്കുന്നത്, അതാണ് ഉദ്ദേശം. ലഅനല്ലാഹു മൻ ലഅന വാലിദൈഹി, മാതാപിതാക്കളെ ശപിക്കുന്നവൻ ആരാണോ അവനെയും അള്ളാഹു ശപിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ലഅനല്ലാഹു മൻ ആവാ മുഹ്ദിസൻ, ദീനിൽ പുതുതായി എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാക്കുന്നവനെ അവനെയും അള്ളാഹു ശപിച്ചിട്ടുണ്ട് എന്ന് ഹദീസിൽ പറഞ്ഞു. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അള്ളാഹു ശപിച്ചു എന്നൊരു വാക്ക് ഏതെങ്കിലും ഒരു വിഷയത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് പിന്നെ വൻപാപായിട്ടാണ് കൂടുതൽ. അള്ളാഹു റസൂലോ ശപിച്ചു എന്നുള്ള വിഷയത്തിൽ ഒരു കാര്യം വന്നിട്ടുണ്ടെങ്കിൽ ആ കാര്യത്തെ പിന്നെ എണ്ണുക വൻപാപമാക്കിയിട്ടാണ്. ഇതിൽ പറഞ്ഞ 4 കാര്യങ്ങൾ. ഒന്നാമത്തേത്, അള്ളാഹു സുബ്ഹാനഹു വ തആല അല്ലാതെ മറ്റാർക്കെങ്കിലും വേണ്ടി അറവ് നടത്തുക എന്നുള്ളത് നമുക്കറിയാം, അത് ശിർക്കാണ്. അത് അള്ളാഹുവിന്റെ ശാപത്തിന് കാരണമാകുന്ന കാര്യമാണ്. അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി മാത്രമേ ഒരു റൂഹിനെ നമുക്ക്, ഒരു രക്തം നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ, അതല്ലാതെ നമുക്ക് പറ്റില്ല. അപ്പോ അങ്ങനെ ചെയ്യുന്ന അറവ് അള്ളാഹു അല്ലാത്ത വേറെ ആർക്കെങ്കിലും ചെയ്താൽ അത് ശിർക്കാണ്, അത് വൻപാപമാണ്, അള്ളാഹുവിന്റെ ശാപം ലഭിച്ചിട്ടുള്ള കാര്യമാണ്. രണ്ടാമത്തെ കാര്യം പറഞ്ഞില്ല, ഭൂമിയുടെ പരിധി അത് കട്ടെടുക്കുന്നവൻ. അവിടെ ഉദ്ദേശം ഒരു ഭൂമി, ഒരാളുടെ ഭൂമി അതിനൊരു അളവായിക്കൊണ്ട് നിർണയിച്ചിട്ടുണ്ടെങ്കിൽ, അതിനൊരു അടയാളം വെച്ചിട്ടുണ്ടെങ്കിൽ ആ അളവ് അടയാളം അത് തെറ്റിച്ചുകൊണ്ട് മറ്റൊരാളുടെ തൊട്ട അയൽവാസിയായി നിൽക്കുന്ന ആളുടെ ഭൂമി കട്ടെടുക്കാൻ വേണ്ടി ആ അടയാളം മാറ്റി വെക്കുന്ന, നീട്ടി വെക്കുന്ന ആളുകൾ ഇന്ന് പലതരത്തിൽ ആളുകൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്യുന്നവർക്കും അള്ളാഹുവിന്റെ ശാപമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഭൂമിയിൽ ഒരു ചാണ് അധികമായിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ അത് 7 ഇരട്ടിയായിട്ട് അവൻ നാളെ പരലോകത്ത് ഏറ്റി വരേണ്ട അവസ്ഥയുണ്ടാകും എന്ന് കാണാം. അടുത്തത് പറഞ്ഞു ലഅനല്ലാഹു മൻ ലഅന വാലിദൈഹി, നമ്മുടെ ബാബുമായി ബന്ധപ്പെട്ടത്. മാതാപിതാക്കളെ ശപിക്കുന്നവൻ. ശപിക്കുക എന്ന് പറഞ്ഞാൽ, അള്ളാഹുവിന്റെ ശാപം എന്ന് പറഞ്ഞാൽ അത്തർദു വൽ ഇബ്ആദു മിനല്ലാഹ്, അള്ളാഹുവിൽ നിന്ന് ആട്ടി അകറ്റുന്നതാണ്. ജനങ്ങളുടെ ലഅന് അഥവാ ശാപം എന്ന് പറഞ്ഞാൽ അസ്സബ്ബു വദ്ദുആ, എതിരായി ദുആ ചെയ്യുക അല്ലെങ്കിൽ ആക്ഷേപിക്കുക എന്ന ഉദ്ദേശം. അഥവാ ഒരാൾ മാതാപിതാക്കൾക്ക് എതിരായി കൊണ്ട് ദുആ ചെയ്യുകയോ അല്ലെങ്കിൽ മാതാപിതാക്കളെ ശപിച്ചു പറയുകയോ ചെയ്തു കഴിഞ്ഞാൽ അവനെ അല്ലാഹു ശപിക്കും. പല ആളുകൾക്കും, പല മക്കളും നഊദുബില്ല, അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ, അവർ മാതാപിതാക്കളോടുള്ള ദേഷ്യം കാരണത്താൽ സംസാരത്തിൽ ചില വാക്കുകൾ ഈ തരത്തിൽ ഉപയോഗിക്കുന്നത് കാണാം. നമുക്ക് ലഭിക്കുന്ന അല്ലാഹുവിന്റെ ശാപമായിരിക്കും അങ്ങനെ പറഞ്ഞു പോയാൽ. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ഗൗരവമുള്ള തെറ്റാണത്. അടുത്തത് പറഞ്ഞു ലഅനല്ലാഹു മൻ ആവാ മുഹ്ദിസൻ, ആരെങ്കിലും പുതുതായി ദീനിൽ പഠിപ്പിക്കപ്പെടാത്ത ഏതെങ്കിലും കാര്യങ്ങൾ ഉണ്ടാക്കുന്ന ആളുകൾ, ആ തരത്തിലുള്ള വിദ്യാർത്ഥികൾ ഉണ്ടാക്കുന്ന ആളുകൾ, അങ്ങനെയുള്ള ആളുകൾക്ക് അവരെ തൃപ്തിപ്പെട്ട് അവർക്ക് സംരക്ഷണമേകുന്ന, അവർക്ക് രക്ഷയേകുന്ന തരത്തിൽ ഒരാൾ നിന്നു കഴിഞ്ഞാൽ അവനെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ശപിച്ചിരിക്കുന്നു എന്ന് കാണാൻ സാധിക്കും. അപ്പൊ ഗൗരവമുള്ള കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ ഭാഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് മാതാപിതാക്കളെ ശപിച്ചവനെ അല്ലാഹു ശപിക്കും. അടുത്ത ബാബു യബിറു വാലിദൈഹി മാ ലം യകുൻ മഅസിയ, തെറ്റല്ലാത്ത, തിന്മയല്ലാത്ത എല്ലാ വിഷയത്തിലും മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യണം. പാപമല്ലാത്ത വിഷയങ്ങളിൽ മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യണം. ഈ ബാബിലെ ഹദീസ് അൻ അബി ദർദാ റളിയല്ലാഹു അൻഹു ഖാല, അബൂ ദർദാ റളിയല്ലാഹു അൻഹു പറയുന്നു, ഔസാനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിതിസ്ഇൻ,
എന്നോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 9 കാര്യങ്ങളെ കൊണ്ട് വസിയത്ത് ചെയ്തു. 9 കാര്യങ്ങളെ കൊണ്ട് വസിയത്ത് ചെയ്തു. ആ 9 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ലാ തുശ്രിക് ബില്ലാഹ് ഷൈഅൻ വഇൻ ഖുത്തിഅത ഔ ഹുരിഖത. നീ അല്ലാഹുവിൽ ഒന്നിനെയും പങ്കു ചേർക്കരുത്. നിന്നെ കഷ്ണം കഷ്ണമായി മുറിച്ചാലും നിന്നെ ജീവനോടെ കത്തിച്ചു കളഞ്ഞാലും നീ അല്ലാഹുവിൽ പങ്കു ചേർക്കാൻ പാടില്ല. രണ്ടാമത്തേത് പറഞ്ഞു വലാ തത്റുകന്ന الصلاة المكتوبة متعمدا ومن تركها متعمدا برئت منه الذمة. നീ ഒരിക്കലും നിർബന്ധ നിസ്കാരം നീ വേണമെന്ന് വെച്ചുകൊണ്ട് നീ അത് ഒഴിവാക്കരുത്. നിസ്കരിക്കാതെ അതിനൊഴിവാക്കരുത്. ആരെങ്കിലും നിർബന്ധ നിസ്കാരം മുതഅമ്മിദായിട്ട് വേണമെന്നുകൊണ്ട് ഒഴിവാക്കി കഴിഞ്ഞാൽ അവൻ അല്ലാഹുവിന്റെ സംരക്ഷണത്തിൽ നിന്നും ഒഴിവാകുന്നതാണ്. മൂന്നാമത്തേത് പറഞ്ഞു വലാ തശ്റബന്നൽ ഖംറ ഫഇന്നഹാ മിഫ്താഹു കുല്ലി ശർരി. നീ മദ്യപിക്കരുത് അഥവാ ലഹരി ഉപയോഗിക്കരുത്. ലഹരി ഉണ്ടാക്കുന്ന ഒരു വസ്തു നീ ഉപയോഗിക്കരുത്. അതെല്ലാ ഷർറിന്റെയും താക്കോലാണ്. എല്ലാ ഷർറിലേക്കും കടത്തുന്ന വഴി കടത്തുന്ന കാര്യമാണ്. അടുത്തത് പറഞ്ഞു നാലാമത്തെ നീ നിന്റെ മാതാപിതാക്കളെ അനുസരിക്കുക. ദുനിയാവിന്റെ ഏതൊരു വിഷയം അവർക്ക് വേണ്ടി ചെലവഴിക്കാൻ പറഞ്ഞാലും നീ ചെലവഴിക്കുക. അവർക്ക് വേണ്ടി അത് നീ ചെലവഴിക്കുക എന്ന് പറഞ്ഞു. അഞ്ചാമത്തേത് വലാ തുനാസിഅന്ന ഉലാത്തൽ അംർ വഇൻ റഅയ്ത അന്നക അൻത. നീ ഒരിക്കലും ഭരണാധികാരിയോട് എതിരായി നിൽക്കരുത്. നീ ഒറ്റക്കാണെങ്കിൽ പോലും ഭരണാധികാരിയോട് എതിരായി നിൽക്കുന്ന അവസ്ഥ ഉണ്ടാകരുത്. ആറാമത്തേത് പറഞ്ഞു വലാ തഫ്രിർ മിനൽ സഹഫ് വഇൻ ഹലക്ത വഫറ അസ്ഹാബുക. യുദ്ധ സന്ദർഭത്തിൽ നിന്ന് യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടരുത്. നിന്റെ ഒപ്പമുള്ള ആളുകളെല്ലാം പിന്തിരിഞ്ഞോടിയാലും നീ പിന്തിരിഞ്ഞോടരുത്. വഅൻഫിഖ് മിൻ ഖൗലിക അലാ അഹ്ലിക. നിനക്ക് നൽകിയിട്ടുള്ള വിശാലതയിൽ വെച്ച് അത് നീ നിന്റെ കുടുംബത്തിന് മേലെ ചെലവഴിക്കുക. വലാ തർഫഅ അസാക അലാ അഹ്ലിക വഅഖിഫ്ഹും ഫില്ലാഹി അസ്സ വജൽ. നീ നിന്റെ വടി നിന്റെ കുടുംബത്തിന് നേരെ ഉയർത്തരുത്. നീ അല്ലാഹുവിനെ പറഞ്ഞുകൊണ്ട് അവരെ പേടിപ്പിക്കുക. അല്ലാഹുവിനെ പറഞ്ഞുകൊണ്ട് അവരെ പേടിപ്പിക്കുക. മഹത്തായിട്ടുള്ള നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഗൗരവമടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഹദീസിൽ പറഞ്ഞിട്ടുള്ളത്. അബൂ ദർദാ റളിയല്ലാഹു അൻഹു ആണ് ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഹദീസ് പഠിക്കാൻ വേണ്ടി തന്റെ കച്ചവടവും മറ്റുമെല്ലാം ഒഴിവാക്കിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒപ്പം കൂടിയ സഹാബിയാണ് അബൂ ദർദാ. 2 സഹാബിമാരാണ് ഹദീസ് പഠിക്കാൻ വേണ്ടി എപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഉണ്ടായിരുന്നത്. ഒന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, 2 അബൂ ദർദാ റളിയല്ലാഹു അൻഹു. അപ്പൊ അബൂ ദർദാ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വസിയത്ത് ചെയ്യുകയാണ് 9 കാര്യങ്ങൾ. അതിൽ ഒന്നാമത്തേത് എന്താണ്? ലാ തുശ്രിക് ബില്ലാഹി ഷൈഅൻ വഇൻ ഖുത്തിഅത ഔ ഹുരിഖത. അഥവാ നീ എന്തെല്ലാം പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നാലും ഒരിക്കലും നീ അറിഞ്ഞുകൊണ്ട് അല്ലാഹുവിൽ പങ്കു ചേർക്കുന്ന അവസ്ഥ എനിക്കുണ്ടാവരുത്. അല്ലാഹുവിൽ ശിർക്ക് ചെയ്യുന്ന അവസ്ഥ എനിക്കുണ്ടാവരുത്. കാരണം ഏറ്റവും വലിയ നമുക്ക് ബാധ്യത അല്ലാഹുവിനോടാണ്. അള്ളാഹുവിനോടുള്ള ബാധ്യതയിൽ ഏറ്റവും ഒന്നാമത് എന്താണ്? തൗഹീദാണ്. അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്നുള്ളതാണ്. നിന്നെ കഷ്ണമായി മുറിച്ചു കളഞ്ഞാലും ജീവനോടെ കത്തിച്ചു കളഞ്ഞാലും നീ ശിർക്ക് ചെയ്യുന്ന ഒരാളായി മാറരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. രണ്ടാമത്തേത് പറഞ്ഞത് എന്താണ്? വലാ തത്റുകന്ന സ്വലാത്തൽ മക്തൂബത മുതഅമ്മിദൻ. നമ്മുടെ മേലെ നിർബന്ധമാക്കപ്പെട്ടുള്ള 5 വഖ്ത് നിസ്കാരം, ഇതിന്റെ ഫളലും അതിന്റെ പ്രാധാന്യവും അതിന്റെ ഗൗരവവും ഈ കിതാബിൽ തന്നെ പിന്നീട് വരുന്നുണ്ട്. നമുക്കറിയാം ഒരു കാഫിറും മുഅ്മിനും തമ്മിലുള്ള വ്യത്യാസം നിസ്കാരത്തിലാണ്. ഒരു മുസ്ലിമിന്റെ അടയാളമാണ് നിസ്കാരം എന്നുള്ളത്. നിസ്കാരമില്ലാത്തത് ദീനിൽ നിന്ന് പിന്നെ ഒന്നുമില്ല. അപ്പൊ നിർബന്ധമായ നിസ്കാരം വേണമെന്നുകൊണ്ട് ഒഴിവാക്കരുത്. മറന്നുകൊണ്ടോ ഉറങ്ങിപ്പോയിട്ടോ എല്ലാം ചിലപ്പോൾ നഷ്ടപ്പെട്ടേക്കാം ചില ആളുകൾക്ക്. അങ്ങനെയല്ല, നിസ്കരിക്കാതെ സ്വന്തം ഒരു ഇറാദത്ത് കൊണ്ട് ഉദ്ദേശത്തോട് നിസ്കരിക്കാതിരിക്കരുത്. അങ്ങനെ ചെയ്താൽ മൻ തറകഹ മുതഅമ്മിദൻ ബരിഅത് മിൻഹു ദിമ്മ. അവന് പിന്നീട് ഉണ്ടാകുന്നത് അവൻ ദിമ്മത്തിൽ നിന്ന് ഒഴിവായിരിക്കും, അഥവാ അള്ളാഹുവിന്റെ സംരക്ഷണത്തിൽ നിന്ന് ഒഴിവായിരിക്കും. ഇതിനെ വിശദീകരിക്കുന്ന നേരത്തെ ഉലമാക്കൾ പറഞ്ഞു അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് ഓരോ ആൾക്കും ഒരു സംരക്ഷണമുണ്ട്. അള്ളാഹുവിന്റെ കൽപ്പനകൾ ചെയ്യാതിരിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഹറാമിൽ പോയി വീഴുകയോ ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ ആ സംരക്ഷണത്തിൽ നിന്ന് ഒഴിവാകും. പിന്നെ അള്ളാഹുവിന്റെ സംരക്ഷണം അവരില്ലാതെ വരും.
അള്ളാഹുവിന്റെ സംരക്ഷണം ഇല്ല എങ്കിൽ നമ്മുടെ ചുറ്റും എത്ര വലിയ സൈന്യമുണ്ടെങ്കിലും, നമുക്ക് എത്ര സമ്പത്തുണ്ടെങ്കിലും, എത്ര കോട്ടകത്താണെങ്കിലും നമുക്ക് അതൊന്നും ഒരു സംരക്ഷണമാവുകയില്ല. നിസ്കാരത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കാം. അടുത്തത് പറഞ്ഞു, വലാ തശ്റബന്നൽ ഖംറ ഫഇന്നഹാ മിഫ്താഹു കുല്ലി ശർ. ഖംർ എന്ന് പറഞ്ഞാൽ മദ്യം എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കും. ബുദ്ധിയെ മറക്കുന്ന, ലഹരി ഉണ്ടാക്കുന്ന എല്ലാ സാധനവും, അത് മദ്യം കുടിക്കുന്ന രൂപത്തിലാകട്ടെ, അല്ലെങ്കിൽ പുകവലിക്കുന്ന രൂപത്തിലാകട്ടെ, അല്ലെങ്കിൽ ഏത് രൂപത്തിലാകട്ടെ, ഒരു മനുഷ്യന്റെ സാധാരണ ബുദ്ധിയെ തെറ്റിച്ച് കളയുന്ന, ബുദ്ധി മറച്ചു കളയുന്ന ഏതൊരു കാര്യവും ഖമറിൽപ്പെട്ടതാണ്. ആ ഖമർ നീ എന്ത് ചെയ്യരുത്, ഉപയോഗിക്കരുത്. എന്നിട്ട് പറഞ്ഞു, ഫഇന്നഹാ മിഫ്താഹു കുല്ലി ശർ, അത് എല്ലാവിധ തിന്മയുടെയും ആരംഭമായിരിക്കും. കാരണം മറ്റൊരു ഹദീസിൽ കാണാം, അൽ ഖംറു ഉമ്മുൽ ഖബാഇസ്, മദ്യം എന്നുള്ളത് എല്ലാ മ്ലേച്ഛതയുടെയും മാതാവാണ്. മദ്യപിച്ചു കഴിഞ്ഞാൽ പിന്നീട് അവൻ കൊലപാതകത്തിലേക്കാണോ, വ്യഭിചാരത്തിലേക്കാണോ, അല്ലെങ്കിൽ വേറെ എന്തിലേക്കാണ് പോകുന്നത് എന്ന് അവന് തന്നെ അറിയാത്ത അവസ്ഥയാണ് ഉണ്ടാവുക. കാരണം അത് ശിർക്കിലേക്കും കുഫറിലേക്കും അതുപോലെ തന്നെ കള്ളസാക്ഷ്യം എല്ലാ തിന്മയിലേക്കും അത് നയിക്കുന്ന അവസ്ഥയാണ് പിന്നീട് ഉണ്ടാവുക. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം. ഒരു ഹദീസിൽ വന്നിട്ടുണ്ട്, അൽ ഖംറു ഉമ്മുൽ ഫവാഹിഷ്, മദ്യം എന്നുള്ളത് എല്ലാ തിന്മകളുടെയും മാതാവാണ്. വാക്ബറുൽ കബായിർ, വൻപാപത്തിൽപ്പെട്ടതാണ്. മൻ ശരിബഹ, അത് ആരാണോ കുടിക്കുന്നത്, വഖഅ അലാ ഉമ്മിഹി വഖാലതിഹി വഅമ്മതിഹി, അവനവന്റെ ഉമ്മാനെയും അമ്മായിയെയും മുത്തമ്മയെയും വരെ വിഭജിക്കുന്ന അവസ്ഥയിൽ എത്തും. കാരണം അത്രയും ബുദ്ധി നശിപ്പിച്ച് കളയുന്ന കാര്യമാണ്. അടുത്തത് പറഞ്ഞു, നമ്മുടെ ബാബുമായി ബന്ധപ്പെട്ട കാര്യം, മാതാപിതാക്കളെ അനുസരിക്കുക. മാതാപിതാക്കളെ അനുസരിക്കുക. നിന്റെ ദുനിയവിയായ കാര്യങ്ങളിൽ നിന്ന് എന്ത് ചെലവഴിക്കാൻ അവർ പറഞ്ഞാലും അവർക്ക് വേണ്ടി നീ ചെലവഴിച്ചു കൊടുക്കുക. ദുനിയവിയായിട്ടുള്ള കാര്യങ്ങളിൽ അവരെന്താണോ നിന്നോട് ചെലവഴിക്കാൻ പറയുന്നത്, നിന്നിൽ നിന്ന് അത് ഒഴിവാക്കാൻ പറയുന്നത്, എടുക്കാൻ പറയുന്നത്, അത് പുറത്തു കൊണ്ടുവരാൻ പറയുന്നത്, ആ ചെലവഴിക്കാൻ പറയുന്നത്, അവർക്ക് വേണ്ടി നീ അത് ചെലവഴിച്ചു കൊള്ളുക എന്ന് പറയുക. അതാണ് പാപമല്ലാത്ത ഏത് വിഷയത്തിലും മാതാപിതാക്കൾക്ക് അനുസരണമുണ്ട്. പാപമല്ലാത്ത ഏത് വിഷയത്തിലും മാതാപിതാക്കൾക്ക് അനുസരണമുണ്ട്. കാരണം ഒരു ഹദീസിൽ വന്ന് കാണാം, അൻത വമാലുക ലിഅബീക്, നീയും നിന്റെ സമ്പത്തും നിന്റെ ഉപ്പാക്കുള്ളതാണ്. ഒരു മകനും മകന്റെ സമ്പത്തും ഉപ്പാക്കുള്ളതാണ്. മറ്റൊരു ഹദീസിൽ കാണാം, ഇന്ന ഔലാദകും ഹിബത്തുല്ലാഹി ലക്കും, അല്ലാഹു പറയാണ്, നിങ്ങളുടെ മക്കൾ അള്ളാഹു നിങ്ങൾക്ക് തന്ന ഒരു സമ്മാനമാണ്, ഒരു ഹിബയാണ്. യഹബു ലിമൻ യശാഉ ഇനാസൻ വയഹബു ലിമൻ യശാഉ ദുകൂറ, സൂറത്ത് ശൂറയിലെ 49-ാമത്തെ ആയത്ത്. അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് ആൺകുട്ടികളെ നൽകുന്നു, ഉദ്ദേശിക്കുന്നവർക്ക് പെൺകുട്ടികളെ നൽകുന്നു. എന്നിട്ട് പറയാണ്, ഫഹും വഅംവാലുഹും ലക്കും ഇദാ ഇഹ്തജ്തും ഇലൈഹാ, അവരുടെ സമ്പത്ത് നിങ്ങൾക്കുള്ളതാണ്, നിങ്ങൾക്ക് അതിലേക്ക് ആവശ്യമാണ്. ഒരു മകന്റെ സമ്പത്ത് ഉപ്പ എടുക്കാൻ ഉപ്പാക്ക് പ്രത്യേകം എന്ത് വേണ്ട, വേറെ ഒരു അനുവാദം വേണ്ട. അതിലേക്ക് ആവശ്യമായിട്ടുണ്ടെങ്കിൽ നിങ്ങളും നിങ്ങളുടെ സമ്പത്തും അത് നിങ്ങളുടെ ഉപ്പാക്ക് അർഹമായിട്ടുള്ളതാണ്, മാതാപിതാക്കൾക്ക് ഉള്ളതാണ് എന്ന് കാണാം. അടുത്ത കാര്യം ഈ ഹദീസിൽ വന്നു, വലാ തുനാസിഅന്ന ഉലാത്തൽ അംർ, നിന്റെ ഭരണാധികാരിയോട്, അഥവാ ഇസ്ലാമിക ലോകത്ത് മുസ്ലിമീങ്ങൾ ബൈഅത്ത് ചെയ്തിട്ടുള്ള ഭരണാധികാരി, ആ ഭരണാധികാരിയോട് എതിരായി നിൽക്കുന്ന അവസ്ഥ ഉണ്ടാകരുത്. ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇമാം നവവി റഹിമഹുല്ലാഹ് പറഞ്ഞത് കാണാം, لا تنازعوا ولاة الأمور في ولايتهم ولا تعترضوا عليهم. ഒരു ഭരണാധികാരിയുടെ ആ ഭരണത്തിനോട് നിങ്ങൾ എതിരായി നിൽക്കരുത്. إلا أن تروا منهم منكرا محققا تعلمونه من قواعد الإسلام فإذا رأيتم ذلك فأنكروا عليهم وقولوا الحق حيثما كنتم. ദീനിന്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും ഒന്നിന് അവൻ എതിരാകുമ്പോഴല്ലാതെ, അഥവാ അത്രയും കുഫ്രിന്റെയോ എതിരിന്റെയോ കാര്യം അവർ ചെയ്യുമ്പോഴല്ലാതെ ആ സമയത്ത് അവരോട് അത് പറഞ്ഞു കൊടുക്കാമെന്നല്ലാതെ അവരോട് നിങ്ങൾ അനുസരണം കാണിക്കണം. അതുപോലെ തന്നെ മറ്റു പണ്ഡിതന്മാർ പറഞ്ഞു, ലാ യജൂസുൽ ഖുറൂജ് അലൈഹിം മാ ദാമ ഫിഅലിഹിം യഹ്തമിലു തഅ്വീൽ. ഒരിക്കലും അവർ ചെയ്യുന്ന ഒരു പ്രവർത്തനത്തെ എങ്ങനെയെങ്കിലും വ്യാഖ്യാനിച്ച് ശരിയാണെന്ന് പറയാൻ പറ്റുന്ന കാലത്തോളം, അഥവാ വ്യക്തമായ ഒരു കുഫ്റ് ഭരണാധികാരിയിൽ നിന്ന് കാണാത്തിടത്തോളം കാലം അവരോട് അനുസരണം ഉണ്ടായിരിക്കണം. അവർക്കെതിരായി നിൽക്കാൻ പാടില്ല. ഇത് ദീനിന്റെ ഒരു അടിസ്ഥാനമാണ്.
പല ആളുകൾക്കും ഇന്ന് അറിയാതെ പോയിട്ടുള്ള കാര്യമാണ്. ഇസ്ലാമിക ലോകത്തിന് ഭരണാധികാരി ഉണ്ടെങ്കിൽ അയാൾ തെമ്മാടി ആയിക്കോട്ടെ, മുസ്ലിമീങ്ങളെ സ്വത്ത് അപഹരിക്കുന്ന ആളായിക്കോട്ടെ, മുസ്ലിമീങ്ങളെ കൊല്ലുന്ന ആളായിക്കോട്ടെ, എന്ത് തെറ്റ് അയാളിൽ നിന്നുണ്ടായാലും നമ്മളോട് തെറ്റ് ചെയ്യാൻ കൽപ്പിക്കുന്നില്ല. തെറ്റ് അയാളുടെ ഭാഗത്തുണ്ടെങ്കിലും അയാളെ അനുസരിക്കൽ, തെറ്റ് നമ്മൾ ചെയ്യാനുള്ള അനുസരണമല്ല. അയാൾ തെമ്മാടിയാണെങ്കിലും ബാക്കിയുള്ള ആ ഭരണത്തിന്റെ വിഷയത്തിലുള്ള അനുസരണം ആ ഭരണാധികാരിക്കെതിരെ ഇറങ്ങി പുറപ്പെടാൻ പാടില്ല എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ റആ മിൻ അമീരിഹി ശൈഅൻ യക്റഹു ഫൽയസ്ബിർ അലൈഹി. നമുക്ക് ഇഷ്ടമില്ലാത്ത ഏതെങ്കിലും ഒരു കാര്യം ഭരണാധികാരിയിൽ നിന്ന് കാണുകയാണെങ്കിൽ അവൻ ക്ഷമിക്കട്ടെ. ഫഇന്നഹു മൻ ഫാറഖൽ ജമാഅത ശിബ്റൻ. ഒരു ഭരണാധികാരിയുടെ കീഴിലുള്ള ജമാഅത്തിനോട് ഒരു ചാൺ ഒരാൾ എതിരായി കഴിഞ്ഞാൽ അവൻ ആ അവസ്ഥയിൽ മരണപ്പെട്ടാൽ അവൻ മരണപ്പെടുന്നത് ജാഹിലിയത്തിന്റെ മരണത്തിലാണ്. അവന്റെ മരണം ജാഹിലിയത്തിന്റെ മരണമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് കാണാം. ഈ വിഷയം വളരെ ഗൗരവത്തിൽ പഠിക്കേണ്ട ധാരാളം കാര്യങ്ങൾ, ഹദീസുകൾ ഈ വിഷയത്തിൽ വന്നിട്ടുള്ള ഒരു വിഷയമാണ്. വ്യക്തമായ കുഫ്ർ കാണാത്തിടത്തോളം കാലം ആ ഭരണാധികാരിയുടെ കൽപ്പനകളോട് എതിരായി നിൽക്കാൻ പാടില്ല. മറ്റൊരു സംഭവം കാണാം ഈ വിഷയം കൂടി വ്യക്തമാകാൻ വേണ്ടി. ജുനാദ ഇബ്നു അബി ഉമയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയാണ്, ദഖൽനാ അലാ ഉബാദത്ത് ഇബ്നു സ്വാമിത് വഹുവ മരീദ്. ഉബാദത്ത് ഇബ്നു സ്വാമിത് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ രോഗിയായിരുന്ന മരണാശനായി രോഗിയായി കിടക്കുന്ന സന്ദർഭത്തിൽ ചില താബിഈകൾ പ്രവേശിച്ചു. ഖുൽനാ, എന്നിട്ട് പറഞ്ഞു, അസ്ലഹക അല്ലാഹ്, അല്ലാഹു നിങ്ങളെ നന്നാക്കട്ടെ. ഹദീസ് ബിഹദീസിൻ ബിനഫഇക അല്ലാഹു ബിഹി സമീഅതഹു മിനൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിങ്ങൾ കേട്ട ഞങ്ങൾക്ക് ഉപകരിക്കുന്ന ഒരു ഹദീസ് നിങ്ങൾ പറഞ്ഞെന്ന് പറഞ്ഞു. ഉബാദത്ത് ബിൻ സാമിത് റളിയല്ലാഹു അൻഹു പ്രത്യേകത, അദ്ദേഹം മരണസമയത്ത് പറഞ്ഞ ഹദീസുകൾ വളരെ ഗൗരവത്തിൽ പഠിക്കേണ്ട ചില ഹദീസുകളുണ്ട്. അദ്ദേഹം ആ സമയത്ത് ഉദ്ധരിച്ച ഒരുപാട് ഹദീസുകൾ നമുക്ക് കിതാബുകളിൽ കാണാൻ സാധിക്കും. അതിന് ചോദിച്ചു, ഖാല ദഅാന അൻ-നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫബായഅനാഹു. അദ്ദേഹം പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ വിളിക്കുകയും ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ബൈഅത്ത് ചെയ്യുകയും ചെയ്തു. ഫഖാല ഫീമാ അഖദ അലൈനാ അൻ ബായഅനാ അല അസ്-സമഇ വത്താഅ. ആ കൂട്ടത്തിൽ ഞങ്ങളോട് ബൈഅത്ത് ചെയ്തു ഭരണാധികാരിയോട് കേൾവിയും അനുസരണവും ഉണ്ടാകണമെന്ന്. في منشطنا ومكرهنا وعسرنا ويسرنا وأضغط علينا. ഞങ്ങൾക്ക് നല്ല സൗഖ്യമുള്ള അവസ്ഥയിലാണെങ്കിലും, ഞങ്ങൾ വെറുക്കുന്ന എന്തെങ്കിലും കാര്യമുണ്ടെങ്കിലും, ഞങ്ങൾക്ക് ഞെരുക്കമുള്ള സമയത്താണെങ്കിലും എളുപ്പമുള്ള സമയത്തിലാണെങ്കിലും എല്ലാം അനുസരിക്കണം നിങ്ങൾ ബൈഅത്ത് ചെയ്തു. വഅല്ലാ നുനാസിഅൽ അംറ അഹ്ലഹു. ആ ഭരണാധികാരിയുടെ വിഷയത്തിൽ എതിരാകരുത്. ഇല്ല അൻ തറൗ കുഫ്റൻ ബവാഹൻ ഇൻദകും മിനല്ലാഹി ഫീഹി ഖുർആൻ. വ്യക്തമായ അള്ളാഹുവിന്റെ അടുക്കൽ തെളിവിന്റെ അടിസ്ഥാനത്തിൽ കുഫറാണ് എന്ന് യാതൊരു വിധത്തിലും തഅ്വീൽ ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ ഒരു കുഫർ കണ്ടാൽ മാത്രമാണ് അവർക്ക് എതിരായി നിൽക്കാൻ പാടുള്ളൂ. അപ്പോഴും ചില നിബന്ധനകളുണ്ട്. ആ കുഫർ വ്യക്തമായി കാണാത്തോടത്തോളം ഒരു തരത്തിലെ തഅ്വീൽ ഉണ്ടാവരുത്. ആ ഭരണാധികാരി അബദ്ധത്തിൽ ചെയ്തു പോലും ആവരുത്. ഭരണാധികാരി കുഫറാണ് എന്നുള്ള അറിവോട് കൂടി വ്യക്തമായ ഒരു കുഫർ ചെയ്ത് അതിന് വ്യക്തമായ പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ പിൻബലമുണ്ടെങ്കിൽ മാത്രമാണ് അവരോട് എതിരായി നിൽക്കാൻ പാടുകയുള്ളൂ. അതോടൊപ്പം മറ്റു ചില നിബന്ധനകളുണ്ട്. 6-7 നിബന്ധനകളുണ്ട് ഈ ഭരണാധികാരികളോട് എതിരായി നിൽക്കണമെങ്കിൽ തന്നെ വന്നിട്ടുള്ളത്. അത് ഇൻഷാ അല്ലാഹ് വേറെ അഖീദയുടെ മൻഹജിന്റെ കിതാബുകളെല്ലാം നിങ്ങൾക്ക് ഒരിക്കൽ പഠിക്കുകയും ചെയ്യേണ്ട കാര്യങ്ങളാണ്. എന്നിട്ട് പറഞ്ഞു, ഇതോടൊപ്പം പറഞ്ഞു, വഇൻ റഅയ്ത അന്നക അൻത. നീ ഒറ്റക്കാണ് ഹഖിലാണെങ്കിൽ പോലും, അഥവാ ബാക്കിയുള്ള ആളുകളെല്ലാം ഭരണാധികാരിക്കെതിരെ അവർക്കെതിരായി നിൽക്കുകയാണെങ്കിലും നീ ഒറ്റക്കാണ് ഹഖിലുള്ളത് എങ്കിൽ പോലും നീ എന്ത് ചെയ്യരുത്, ഭരണാധികാരിക്കെതിരായി നിൽക്കുന്ന അവസ്ഥ ഉണ്ടാവരുത്. അടുത്ത കാര്യം ഈ ഹദീസിൽ പറഞ്ഞു, വലാ തഫ്രീർ മിനസ് സഹഫ് വഇൻ ഹലക്ത വഫറ അസ്ഹാബു. നീ ഒരിക്കലും യുദ്ധമുഖത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടരുത്. നീ മരിക്കുമെന്ന് ഉറപ്പാണെങ്കിലും നിന്റെ ഒപ്പമുള്ള ആളുകളെല്ലാം പിന്തിരിഞ്ഞോടിയാലും നീ എന്ത് ചെയ്യരുത്, യുദ്ധമുഖത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടരുത്. നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ളതാണ്, വൻപാപങ്ങൾ കൂട്ടിയ എണ്ണിയ ഹദീസിൽ എണ്ണിയിട്ടുള്ള കാര്യമാണ് യുദ്ധമുഖത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടുക എന്നുള്ളത്. അടുത്തത് പറഞ്ഞു, വഅൻഫിഖ് മിൻ ഖൗലിക അലാ അഹ്ലിക്. അത്തൗൽ എന്ന് പറഞ്ഞാൽ നിനക്ക് നിന്റെ സമ്പത്ത് എന്താണോ, നിന്റെ വരുമാനം എന്താണോ, നിനക്ക് അള്ളാഹു നൽകിയിട്ടുള്ള ഗനി എന്താണോ, സിന എന്താണോ, അതിന്റെ അടിസ്ഥാനത്തിൽ നിന്റെ കുടുംബത്തിന്റെ മേലെ നീ ചെലവഴിക്കുക. കുടുംബത്തിന്റെ മേലെ ചെലവഴിക്കൽ നമ്മുടെ മേലെയുള്ള ഉത്തരവാദിത്തമാണ്, ബാധ്യതയാണ്. പുറമെ അതൊരു സ്വതക്കയുമാണ്. അടുത്തത് പറഞ്ഞു, വലാ തർഫഅ അസാക അലാ അഹ്ലിക്.
നീ നിന്റെ വടി നിന്റെ കുടുംബത്തിന് മേലെ ഉയർത്തരുത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കുടുംബത്തിനെ, ഭാര്യയും മക്കളെയും എല്ലാം അത് പഠിപ്പിക്കാൻ വേണ്ടി വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന നബിയെ സല്ലല്ലാഹു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു ഹദീസിൽ കാണാം, അന്ന നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം അമറ ബിതഅലീഖി സ്വൗതി ഫിൽ ബൈത്ത്, വീട്ടിൽ ചാട്ട തൂക്കിയിടാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിക്കുമായിരുന്നു. അഥവാ പേടിപ്പിക്കാൻ, കാണിച്ച് പേടിപ്പിക്കാൻ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ ആ വടി അവരെ നേരെ ഉയർത്തരുത്, പക്ഷെ എന്ത് ചെയ്യുക, അള്ളാഹുവിനെ പറഞ്ഞുകൊണ്ട് നീ അവരെ പേടിപ്പിക്കുക. അള്ളാഹുവിന്റെ അടുക്കൽ നീ ഇന്നത് ചെയ്യുമ്പോൾ കുറ്റമാണ്, ഇന്നത് ചെയ്ത ശിക്ഷയാണ്, തെറ്റാണ് എന്ന നിലക്ക് അള്ളാഹുവിനെ പറഞ്ഞുകൊണ്ട് പേടിപ്പിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഈ 9 വസിയ്യത്തുകൾ സഹോദരങ്ങളെ നമ്മൾ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട, നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ട, ശ്രദ്ധിക്കേണ്ട, അറിയേണ്ട കാര്യങ്ങളാണ്. ഇതിൽ നമ്മുടെ ബാബുമായി ബന്ധപ്പെട്ടത് മാതാപിതാക്കൾ ദുനിയവിയായ കാര്യങ്ങൾ ചെലവഴിക്കാൻ പറഞ്ഞാൽ അത് മഅസിയത്തല്ലാത്തോടത്തോളം കാലം, പാപമല്ലാത്തോടത്തോളം കാലം, അഥവാ ഇസ്രാഫും അതുപോലെ ഒന്നും ഇല്ലാത്തോടത്തോളം കാലം അവരുടെ കൽപ്പന അനുസരിക്കൽ അത് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. അടുത്ത ഹദീസ് അബ്ദുല്ലാഹ് ഇബ്നു അംർ قال جاء رجل الى النبي صلى الله عليه وسلم يريد الجهاد فقال നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരാൾ വന്നു ജിഹാദിന് വേണ്ടിയിട്ട്, അള്ളാഹുവിന്റെ മാർഗ്ഗത്തിൽ യുദ്ധത്തിന് പുറപ്പെടാൻ വേണ്ടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു ചോദിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരു വ്യക്തി വന്ന് ജിഹാദിന് തയ്യാറായിട്ട് വന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു ചോദിച്ചു, നിന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ചോദിച്ചു. നീ അവരുടെ അടുക്കലാണ് നിന്റെ ജിഹാദ്, അവരുടെ അടുക്കൽ നീ ജിഹാദ് ചെയ്യുക എന്ന് പറഞ്ഞു. അതുകൊണ്ടുള്ള ഉദ്ദേശം എന്താണ്? അഥവാ അവരെ തൃപ്തി നേടാൻ വേണ്ടി നീ സ്വന്തത്തിനെ കൊണ്ട് ജിഹാദ് ചെയ്യുക. ഇമാം നവവി റഹിമഹുല്ലാഹ് പറഞ്ഞു, ഹാദാ കുല്ലുഹു ദലീലുൻ ലിഇദമി ഫളീലതി ബിദ്ദിഹിമാ.
ഈ ഹദീസ് എന്നുള്ളത് അവരോട് പുണ്യം ചെയ്യുന്നതിന്റെ മഹത്വത്തെ അറിയിക്കുന്നതാണ്. വഅന്നഹു ആഖദു മിനൽ ജിഹാദ്, അത് ജിഹാദിനോടൊപ്പമാണ് പറഞ്ഞിട്ടുള്ളത്. വഫീഹി ഹുജ്ജത്തു ലിമാ ഖാലഹു ഉലമാ, ഇത് ഉലമാക്കൾ പറഞ്ഞതിനുള്ള ഒരു ഹുജ്ജത്താണ്. എന്താണ്? അന്നഹു ലാ യജൂസുൽ ജിഹാദ് ഇല്ലാ ബിഇദ്നിഹിമാ ഇദാ കാന മുസ്ലിമീൻ, മാതാപിതാക്കൾ മുസ്ലിമീങ്ങളാണെങ്കിൽ അവരുടെ അനുവാദമില്ലാതെ ജിഹാദ് അനുവദനീയമല്ല എന്നുള്ളത്. മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യുക എന്നുള്ളത് ജിഹാദിന്റെ കൂട്ടത്തിൽ അല്ലെങ്കിൽ അവരോട് ചെയ്യേണ്ട ജിഹാദാണത് അല്ലെങ്കിൽ എന്ന് സൂചിപ്പിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. ഒരു ഹദീസ് കൂടി വായിക്കാം. ബാബു മൻ അദ്റക വാലിദൈഹി ഫലം യദ്ഖുലുൽ ജന്ന, മാതാപിതാക്കളെ ലഭിച്ചിട്ടും സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാത്തവന്റെ അവസ്ഥ, പ്രത്യേകിച്ച് പ്രായാധിക്യത്തിൽ. ഈ ബാബിലെ ഹദീസ് عن أبي هريرة رضي الله عنه عن النبي صلى الله عليه وسلم قال, النبي صلى الله عليه وسلم പറഞ്ഞത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്, റഗമ അൻഫുഹു, അത് അറബിയിൽ ഉദ്ദേശം നാശം 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 എന്ന് പറഞ്ഞിട്ട്, ഒരാൾക്ക് നാശം എന്ന് പറഞ്ഞിട്ട് പറയാണ്. ഖാലു, അപ്പോൾ ചോദിച്ചു സഹാബികൾ, യാ റസൂലല്ലാഹ് മൻ, ആർക്കാണത്? ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അദ്റക വാലിദൈഹി ഇൻദൽ കിബരി ഔ അഹദഹുമാ ഫദഖല അൻ-നാർ, ആർക്കെങ്കിലും തന്റെ മാതാപിതാക്കളെയോ അല്ലെങ്കിൽ അതിൽ ഒരാളെയോ പ്രായാധിക്യത്തിൽ ലഭിച്ചിട്ട് എന്നിട്ടും അവൻ നരകത്തിൽ പ്രവേശിക്കുകയാണെങ്കിൽ അവന് നാശം. കാരണം ഒരു മനുഷ്യൻ മറ്റൊരാളിലേക്ക് ആവശ്യക്കാരനാകുന്ന ഏറ്റവും ഒരു സമയമാണ് പിന്നെ അവർ പ്രായാധിക്യത്തിൽ എത്തുക എന്നുള്ളത്. ആ സമയത്ത് അവർക്ക് ഖിദ്മത്ത് ചെയ്ത് അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുത്ത് സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും അവരെ നോക്കുന്ന ആ അവസ്ഥ അതിലൂടെ അവന് നന്മ നേടിയെടുക്കാൻ സാധിച്ചിട്ടില്ല, അവന് ആ മാതാപിതാക്കളെ പാഴാക്കി കളഞ്ഞിട്ടുണ്ട് എങ്കിൽ അവൻ എന്നിട്ട് നരകത്തിൽ പ്രവേശിക്കുന്നത് അവൻ നാശം ലഭിച്ചവനാണ് എന്ന് കാണാം. ഈ ഹദീസിനെ വിശദീകരിക്കുന്നിടത്ത് ഇമാം നബവി റഹിമഹുല്ലാഹ് പറയാണ്, ഫീഹി, ഈ ഹദീസിലുണ്ട് അൽ ഹസ്ദു അലാ ബിർരിൽ വാലിദൈനി വഇളദി സവാബിഹി, മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യുന്നതിന്റെ പ്രോത്സാഹനവും അതിന്റെ മഹത്തരമായ പ്രതിഫലവും. ومعناه أن برهما عند كبرهما وضعفهما بالخدمة أو النفقة أو غير ذلك سبب لدخول الجنة, പ്രായാധിക്യത്തിൽ സമ്പത്ത് ചെലവഴിച്ചും സഹായം ചെയ്തും ഖിദ്മത്ത് ചെയ്തും അവരെ സഹായിക്കുക എന്നുള്ളത് സ്വർഗ്ഗപ്രവേശനത്തിനുള്ള കാരണമാണ്. فمن قصر في ذلك فاته دخول الجنة وأرغم الله أنفه, ആർക്കെങ്കിലും അത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ, അങ്ങനെ സ്വർഗ്ഗപ്രവേശനം അവന് നഷ്ടപ്പെട്ടാൽ അവന് നാശമാണ്. കാരണം അത്രയും നല്ലൊരു അവസരമാണ് പ്രായാധിക്യത്തിൽ മാതാപിതാക്കളെ കിട്ടുക എന്നുള്ളത്. അതുകൊണ്ട് മാതാപിതാക്കളോടുള്ള പുണ്യം ചെയ്യുന്നതിൽ ഈ ഹദീസുകൾ നമ്മൾ ആലോചിക്കണം, വീണ്ടും വീണ്ടും കേൾക്കണം, ഉറ്റാലോചിക്കണം. നമ്മൾ പല ആളുകൾക്കും ദീനനുസരിച്ച് ജീവിക്കുന്ന, ദീനിന്റെ യഥാർത്ഥ മൻഹജ് ബോധ്യപ്പെട്ട ആളുകളിൽ പോലും ദീനിനെ യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കാത്തത് കൊണ്ടാകാം മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുന്ന, അവരെ വിഷമിപ്പിക്കുന്ന അവസ്ഥയിൽ ഇന്ന് പല യുവാക്കളെയും നമുക്ക് കാണാം. പക്ഷെ ഗൗരവത്തിൽ മനസ്സിലാക്കുക, എപ്പോഴും ഇതെല്ലാം ആലോചിക്കുമ്പോൾ വൈസൽ ഖർനി പോലെയുള്ള ശ്രേഷ്ഠരായ സലഫുകളെ കുറിച്ച് ആലോചിക്കുക. മാതാവിനെ പുണ്യം ചെയ്തുകൊണ്ട് മാത്രം ഉന്നതമായ ദർജയിലെത്തിയ ധാരാളം ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹു തആല നമ്മുടെ മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യുന്ന ആളുകളായി നമ്മെ മാറ്റുകയും അവരെ തൃപ്തി നേടുന്ന അവസ്ഥയിൽ നമ്മെ ആക്കുകയും ചെയ്യുമാറാകട്ടെ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി, അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത, അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി.